നമ്മുടെ സന്ദേശ സിനിമയിലെ താത്വികാചാര്യൻ കുമാരപിള്ള സാറ് ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ കോട്ടപ്പള്ളി കോട്ടപ്പള്ളി പ്രഭാകരൻ ഒളിച്ചു നിന്ന് കണ്ടു. അപ്പം ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, താൻ എങ്ങനെ കണ്ടതോ? ഞാനും അവിടെ വെള്ളിയാഴ്ച തോറും തൊഴാൻ വരുന്നുണ്ട് എന്നും പറയും. വെളുപ്പാങ്കാലത്ത് നാട്ടുകാർ വരുന്നതിന് മുമ്പ് വരാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്താരകം ചെന്താരകം കണ്ണൂരിന്റെ ചെന്താരകം പി ജയരാജൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ അല്ലേ, കുരുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. അത് തൊഴാനാണോ തൊഴിക്കാനാണോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം തൊഴാനല്ല തൊഴിക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു പുസ്തകം എഴുതുന്നുണ്ട്, എന്താണ് സനാതനികളെ കുറിച്ചുള്ള എന്തൊരു പുസ്തകം എഴുതുന്നുണ്ട്. അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ഇനി അഥവാ അയാൾ അമ്പലത്തിൽ പോയി എന്ന് കരുതുക, അത് വാർത്തയാകുന്നത് എങ്ങനെയാണ്? ഒരാളൊരു അമ്പലത്തിൽ പോയാൽ എങ്ങനെ വാർത്തയാകുന്നത്? ഒരു സാധാരണ മനുഷ്യൻ അമ്പലത്തിൽ പോയാൽ വാർത്തയാകത്തില്ല. പിണറായി വിജയന്റെ മകനും അമ്പലത്തിൽ പോകുമ്പോഴും പി ജയരാജനെ പോലുള്ളവർ അമ്പലത്തിൽ പോകുമ്പോഴും കുമാരപിള്ള സാർ അമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെയാണ് വാർത്തയാകുന്നത്. അത്രേ ഉള്ളൂ. ഇത് ശരിക്കും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഭൗതികവാദം. അതാണ് മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിൽ അവര് എന്തിന് ഭൗതികവാദികളാണ് അല്ലേ? അവര് ഭൗതികവാദികളാണ്. യുക്തിയിൽ മാത്രം വിശ്വസിക്കുന്നതാണ്. സയന്റിഫിക് തോട്ട്സ് ആണ് അവർക്കുള്ളത് ഇല്ലേ? അപ്പോ അവര് പറയുന്നതല്ല എന്താണ്, ഈശ്വരനില്ല, ദൈവമില്ല, വിശ്വാസമില്ല. അതന്നെയാണ് കോട്ടപ്പള്ളി പറയുന്നത്. പകൽ ഈശ്വരനില്ലെന്ന് പറയുക, ക്ലാസ് എടുക്കുക, പ്രസംഗിക്കുക, സന്ധ്യയാകുമ്പോൾ തലയെ മുണ്ടിട്ട് അമ്പലത്തിൽ പോവുക. ഇതുപോലെ പാർട്ടികൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിലെല്ലാം തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഇതിനകത്തെ രസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണാറുണ്ട്, നമ്മുടെ പല സുഹൃത്തുക്കളും ഉണ്ട് ഭയങ്കര മതേതരത്വം പ്രസംഗിച്ച്, ഭയങ്കര കമ്മ്യൂണിസം പ്രസംഗിച്ച്, BJP-ക്കാരെ എല്ലാം ചാണക സംഖ്യയെന്നും അവരെ വളരെ താറടിച്ച് മെസ്സേജ് ഇടുന്നു. ഈ ആശാന്മാർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ല. അമ്പലത്തിൽ ഇറങ്ങൂല. ഈ വർഗീയവാദികളെന്ന് മറ്റുള്ളവരെ വിളിക്കുന്ന യവന്മാരെല്ലാം വീട്ടിൽ കൊച്ചുമക്കൾക്ക് വരെ ജാതി കയ്യിൽ ഒരു 150 ചരട് കാണും, എപ്പോഴും കുറി തൊട്ടേ നടക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ അന്തം കമ്മികളാണ്, ഞങ്ങൾ യുക്തിവാദികളാണ്. അതേസമയം വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട്, കമ്മികളല്ലാത്തവർ. അവരൊക്കെ ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇവർ അവരെ തന്തയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യും. അതൊന്നും അല്ലെങ്കിൽ കുമാരപിള്ള സാറിന്റെ ഭാഷയിൽ സംസാരിച്ച് നമുക്ക് മനസ്സിലാവില്ല. ഇതിപ്പോ എന്തോ സംഭവം. ഇപ്പം അദ്ദേഹം അവിടെ പോയിരിക്കുകയാണ്, നമ്മുടെ പി ജയരാജനോടെ പോയിരിക്കുകയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ സനാതനികളുടെ ഹിന്ദുത്വ വഴികളോ അങ്ങനെ കണ്ട ഒരു പേരാകട്ടെ. സനാതനികളെ കുറിച്ചാണ്, സനാതന ധർമ്മത്തെ കുറിച്ചാണ് പുസ്തകം. ഈ സനാതന ധർമ്മത്തിന്റെ മണ്ടയ്ക്ക് കയറാൻ പോയിട്ടാണ് ഇപ്പോൾ അപ്പനും മോനും, അപ്പം തോക്കുകയും മോഹൻ പ്രതിപക്ഷ നേതാവായിരിക്കും തമിഴ്നാട്ടിൽ, ഓർക്കുന്നോ? സനാതന ധർമ്മത്തെ അവഹേളിക്കാൻ പോയതാണ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്തത്, ഈ മതേതരത്വം വരണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹിന്ദു മതത്തെ വിമർശിക്കണമെന്നൊരു തെറ്റായ ധാരണ തോന്നുന്നു ഈ തമിഴ്നാട്ടിലെ DMK പോലുള്ള കക്ഷികൾക്കും ഉണ്ട്, നമ്മുടെ നാട്ടിലെ CPM-കാർക്കും. എന്നാൽ ഇവർ വേറൊരു പുസ്തകത്തെയോ ഒരു മതഗ്രന്ഥത്തെയോ ഒരു മതത്തെയോ വിമർശിക്കാൻ തയ്യാറുമല്ല. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ രസകരമായിട്ട് തോന്നിയ കാര്യം, ഈ പി ജയരാജൻ ഇപ്പൊ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുക. വെള്ളാപ്പള്ളിയുടെ ഭാഷയെ പറഞ്ഞ തൂറി മെഴുകുകയാണെന്ന് പറയുമല്ലോ, അത് വളരെ ഫേമസ് ആയ ഒരു കോട്ടാണ് വെള്ളാപ്പള്ളിയുടെ. അപ്പോൾ അങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ എൻ്റെ ഉടക്കി. അജ്മീർ ദർഗയിൽ ഞാൻ പോയിട്ടുണ്ട്, പിന്നെ മറ്റേ സിഖുകാരുടെ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നതിനകത്ത് എന്തോ ഒരു തെറ്റുമില്ല. അപ്പോൾ ഇതിനകത്ത് ഈ വാർത്ത ആദ്യം വന്നത് ജനൻ TV-യിലാണ്. BJP-ക്കാരാണ് ഇദ്ദേഹത്തെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം വിശദീകരണമായിട്ട്. എൻ്റെ ബലമായ സംശയം അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കണം, പിണറായിക്ക് ഈ ഗതി വന്നതിൽ വല്ല സന്തോഷ സൂചകമായിട്ട് ഏതെങ്കിലും പൂജ അവിടെ ഉണ്ടോ? നമ്മുടെ ശത്രുവിൻ്റെ ഗതികേട് സംഭവിച്ചാൽ അതിനു വേണ്ടി കൊടുക്കുന്ന പ്രത്യേക പൂജ വല്ലതും ഉണ്ടോ എന്ന് ആ ഭാഗത്ത് അവിടെ എന്തോ ഒരു വഴിപാടുണ്ട്, ശത്രു നിഗ്രഹ പുഷ്പാഞ്ജലി, അങ്ങനെ കണ്ടൊരു വഴിപാടുണ്ട്. ഈ വഴിപാട് കഴിക്കാൻ പോയതാ പുള്ളി എന്നാ പറയുന്നത്. ആയിരിക്കാനാണ് സാധ്യത. കാര്യം നിഗ്രഹം നടന്നു കഴിഞ്ഞു, നന്ദി സൂചകമായിട്ട് വേറെല്ലാം കൂടെ ചെയ്യാൻ പോയതാണോ നോക്കേണ്ടി വരും. ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമുണ്ട്, അത് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലെ ഹിന്ദുക്കൾക്കേ ഈ പ്രശ്നമുണ്ട്. അത്രേ ഉള്ളൂ. അവരുടെ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രശ്നമില്ല, അവിടുത്തെ കമ്മ്യൂണിസത്തിനകത്തുള്ള മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഹിന്ദുക്കൾക്ക് വലിയ പ്രമുഖരായ പിന്നെ ഇടതുപക്ഷ CPM നേതാക്കളുടെയൊക്കെ തന്നെ മക്കളുടെ കല്യാണം നടന്ന പള്ളിയിലും മുസ്ലിം മത ആചാരപ്രകാരമൊക്കെ നടന്നിട്ടുണ്ട്. എത്രയോ പേരുള്ളത്. മത്തായി ചാക്കോ വിശ്വാസി ആയിരുന്നു എന്ന് പറഞ്ഞതിനല്ലേ, അന്ത്യകൂദാശ കൈക്കൊണ്ടു എന്ന് പറഞ്ഞതിനാണ് പിണറായി ചീത്ത വിളിച്ചത്. ബിഷപ്പിനെ, താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട എന്ന് വിളിച്ചത് അല്ലേ? അതെ, അങ്ങനെ വിളിച്ചത്. അത് ഇതേ പിണറായിയുടെ മകനാണ്
ഗുരുവായൂർ അമ്പലത്തിൽ മോള് തഞ്ചാവൂര് ബൃഹദീശ്വര ക്ഷേത്രം. ആ ബൃഹദീശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ഐതിഹ്യം പറഞ്ഞിട്ടുള്ളൂ. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചവരെല്ലാം തോറ്റുപോയിട്ട് അങ്ങനെ ഒരു ഐതിഹ്യം പറഞ്ഞു. ആ കഴിഞ്ഞ ദിവസം ആരോ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു സത്യമാണോ അറിഞ്ഞൂടാ. എന്തായാലും അത് ഗംഭീര സംഭവമാണ്. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി തെരഞ്ഞെടുപ്പ് വിജയിക്കണോ അല്ലെ ഭരണം നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം തോറ്റു പോകുന്നതാണ് അവിടുത്തെ ഒരു കീഴ്വഴക്കമെന്നാണ് ഒരു നമ്മുടെ എനിക്ക് തോന്നുന്നത്. ഇത് ഈ മധുര പാർട്ടി കോൺഗ്രസിന് പോയപ്പോഴാണല്ലോ പിണറായിയുടെ ഭാര്യ മോളെല്ലാം അവിടെ തൊഴാൻ പോയത്. അപ്പോൾ അവിടെയുള്ള പാർട്ടി പിണറായി വിരുദ്ധന്മാർ ഇത് മനസ്സിലേക്കാണ് ആരെ തമിഴന്മാരെന്ന് അത് പതുക്കെ പറഞ്ഞു വിട്ടായിരിക്കും. ഗംഭീര ക്ഷേത്രമാണ്, അവിടെ പോയ അച്ഛൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, ഇവിടെ വീണ്ടും മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞാണ്. അതുപോലെ വിവേക് കിരൺ അല്ലേ മകൻ വന്നത് ഗുരുവായൂർ, സ്ഥിരം ഗുരുവായൂർ ഭക്തനാണ് അദ്ദേഹം. അതെ. എന്തുകൊണ്ടാണ് ഇത് വാർത്തയാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ CPM-കാരെ കപടനാട്യം കൊണ്ടല്ലേ. അത്രേ ഉള്ളൂ. ഇവരുടെ കപട എന്താ പറയുന്നത് ബുദ്ധിജീവി കളിക്കാൻ അല്ലെങ്കിൽ കപട മതേതരവാദികളാണ്. ഏറ്റവും വലിയ കപട മതേതരവാദികൾ എന്ന് പറയുന്നത് CPM-കാരാണ്. മുസ്ലിം ലീഗിനാണെങ്കിലും BJP-ക്കാണെങ്കിലും അവരുടെ നയമുണ്ട്. അവരുടെ ഹിന്ദുത്വ അജണ്ടയിലാണ് BJP. കേരള കോൺഗ്രസ് ക്രൈസ്തവ സഭകളുടെ ഇതിലാണ് അവർ മുന്നോട്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കപട മതേതരവാദികൾ ഇവർ മതേതരവാദികളാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവർ പിന്നെ ജാതി വിരുദ്ധരാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവർക്കെല്ലാം മാത്രമല്ല ഇവരിൽ നല്ലൊരു ശതമാനം പേരും അമിതമായി ജാതി ഭ്രാന്തന്മാരാണെന്നുള്ളതാണ് സത്യം. അടുക്കുമ്പോൾ ഇവരാരെങ്കിലും വീട്ടിൽ വല്ല ഇവരെ മക്കളാരെങ്കിലും വേറെ അന്യാധികാരം പ്രണയിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും തനി സ്വഭാവം വെളിയിൽ വരും. ഞങ്ങളുടെ നാട്ടിലൊരു സവർണ്ണ നേതാവുണ്ട്, വലിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവ്, വലിയ ജില്ലാ തലത്തിൽ വലിയ. പക്ഷെ പുള്ളി അന്യജാതിക്കാർ വന്നാൽ മുറ്റത്ത് നിർത്തത്തുള്ളൂ, സിറ്റ് ഔട്ടിലോട്ട് കയറ്റും. അത്രേ ഉള്ളൂ. അദ്ദേഹം അവിടെ അതിനെ പുള്ളി ഒരു തന്ത്രം പ്രയോഗിക്കും. പുള്ളി ഇറങ്ങി അങ്ങ് വെളിയിരിക്കും ആദരവോടുകൂടി. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നല്ലോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറി വന്നാൽ അല്ലേ നമുക്ക് അവിടെ ഇരുത്താനും ഇത് ചെയ്യണം. അദ്ദേഹം പുള്ളി എന്ത് ചെയ്യുന്നത് നേരെ സിറ്റ് ഔട്ടിന് വെളിയിൽ വരും. വെളിയിൽ വന്ന് അവിടെ നിന്ന് സംസാരിക്കും. അപ്പോൾ ഓക്കെ ആയില്ലേ. എന്തൊക്കെ തന്ത്രങ്ങളാണെന്നൊന്ന് ആലോചിച്ചു. അല്ല, അത് ഇവർക്ക് പലർക്കുള്ള പ്രശ്നം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം വിപ്ലവം പറഞ്ഞുകൊണ്ടുന്ന ഒരുപാട് ആളുകൾ പിന്നീട് മാറി വേറെ വഴിക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ TS തിരുമുമ്പിൻ്റെ കാര്യം. EMS-നെ പോലെ അല്ലെങ്കിൽ EMS-നെക്കാളും വലിയ താത്വിക ആചാരമായിരുന്നു TS തിരുമുമ്പ്. അദ്ദേഹത്തിൻ്റെ ജീവിതസാധനത്തിൽ അദ്ദേഹം ആത്മീയമാർഗത്തിലേക്ക് പോയി. അല്ല, അദ്ദേഹത്തിന്റെ പേര് തന്നെ ആത്മീയതയുണ്ട്. തിരുമുൻപിൽ വേല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തിരുമുമ്പിൽ പറയടിയിൽ തിരുമുമ്പിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കുറിച്ച് ഒരു പുസ്തകം ഇട്ടുണ്ട്, അതിന്റെ പേര് തിരുമുമ്പിൽ എന്നാണ്. തിരുമുമ്പിൽ. അപ്പൊ ഈ നക്സലൈറ്റ് ആയിട്ട് നടന്ന ആൾക്കാരല്ല, ഇതേ തത്വചിന്തയിലും ഇതേ വിചാരധാരയിലും പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. അവരെല്ലാം പിന്നീട് ഫിലിപ്പ് പ്രസാദിനെ പോലുള്ളവരൊക്കെ. മാത്രമല്ല ഇവർ പലരുടെയും ഭാര്യമാര് കുലസ്ത്രീകളാണ്. അവർ സെറ്റ് സാരി എടുത്ത് രാവിലെ വൈകുന്നേരത്തും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഇദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പൂജ നടത്തുക. അവിടെയാണ് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് പാർട്ടിയിൽ. ഇപ്പോൾ പാർട്ടി ജനീഷ് കുമാർ MLA ഗുരുവായൂർ അമ്പലത്തിൽ പോയി പറഞ്ഞ്, ഗുരുവായൂർ ഏതോ ഒരു അമ്പലത്തിൽ പോയി പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അതെ, ഓരോ പാർട്ടി പ്രവർത്തകർ MLA-മാരൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ അവിടെ ഭയങ്കര വിഷയം. ഇടയ്ക്ക് കടകംപള്ളി പറഞ്ഞിട്ട് എല്ലാം ദൈവം കൊടുക്കുന്നു, എൻ്റെ അടുത്ത് ചെയ്ത എല്ലാ ദ്രോഹത്തിനും അങ്ങേര് ദൈവവിശ്വാസിയാണ്. അങ്ങേര് പിന്നെ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കും, അമ്പലത്തിലും പോകും. അങ്ങേര് കടുത്ത ദൈവവിശ്വാസം. പിന്നെ ഇവർ ഈ നിരീശ്വരവാദി ചമയുകയും നിരീശ്വരവാദി ചമഞ്ഞുകൊണ്ട് ഇവർ ഈ അമ്പലങ്ങളിൽ തലയിൽ മുന്നിട്ട് പോവുകയും ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം വരും. ഇവരെ കുടുംബാംഗങ്ങൾ പല യുക്തിവാദികളോ ഇത്തരക്കാരോ ഒന്നും അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, അവരെല്ലാം ഈ അമ്പലത്തിലും പള്ളിയിലും മോസ്കിലൊക്കെ നിരന്തരം പോകുന്നവർ തന്നെയാണ്. സനാതനികൾ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹിന്ദുത്വത്തെ എതിർക്കുന്ന സനാതന ധർമ്മത്തെ എതിർക്കുന്ന ഈ CPM-ലെ നേതാക്കൾ ഇതിനെക്കുറിച്ച് പഠിച്ച് എഴുതാൻ പോകേണ്ട കാര്യം എന്താണ്? അത് ഒരു വിഷയത്തെ എതിർത്ത പുസ്തകം അത് മനസ്സിലാക്കണമല്ലോ. കാരണം ഒരു മുൻവിധിയോടെയാണല്ലോ ഇവർ. ഉറപ്പാണല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. ഇവർക്ക് പുസ്തകം എഴുതി കൂടുന്നതിന് തടസ്സമൊന്നുമില്ല. ഇവരുടെ കയ്യിലൊരു മുൻവിധിയുണ്ട്. ഈ പിന്നെ സനാതനധർമ്മം എല്ലാം കള്ളത്തരമാണെന്നും സനാതനധർമ്മത്തിൽ പറയുന്നതെല്ലാം മോശമാണെന്നും ഇവരുടെ മുമ്പിൽ ഒരു മുൻവിധിയുണ്ട്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന് പറയുന്ന ആൾക്കാരാണ്. ശരി, നമുക്ക് സനാതനധർമ്മത്തിൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ഈ സനാതനധർമ്മത്തെ വിമർശിച്ച് അത് നിഷ്പക്ഷമായിട്ടാണ്. ഇപ്പം ഞാനൊരു വിശ്വാസിയല്ല, എനിക്ക് പക്ഷേ സനാതനധർമ്മത്തെക്കുറിച്ച് അറിയണമെന്നുണ്ട്. അപ്പം നമ്മളൊരു വിശ്വാസി അല്ലാത്ത രീതിയിൽ നിന്നുകൊണ്ട് ഇത് കാണുമ്പോൾ ഇതിനകത്തുള്ളതെല്ലാം നമുക്ക് പുച്ഛമായിരിക്കും. അതെ, അല്ല ഇതിനകത്തെല്ലാം നമ്മൾ മുൻവിധിയോടെ ആയിരിക്കും കാണുന്നത്. നമ്മുടെ മനസ്സിനനുസരിച്ച് അതിനെ നമ്മൾ അപ്പം നമ്മൾ ആ ഒരു ഇതിനെ മാറ്റി നിർത്തി ഇതിൻ്റെ നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കാനും മോശം കാര്യങ്ങൾ എടുക്കാതിരിക്കാനുമുള്ള ഒരു മനസ്സോടെ വേണം ഇതിനെ സമീപിക്കാൻ. അപ്പോൾ മാത്രമേ അതിന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കൂ. ഈ P. ജയരാജൻ, കണ്ണൂരിലെ ചെന്താരമൊക്കെ അറിയപ്പെടുന്ന നിരീശ്വരവാദി. മുമ്പൊരിക്കലും EP ജയരാജൻ അമ്പലത്തിൽ പേര് ഷർട്ടൊക്കെ ഊരിയിട്ടുള്ള ഇറങ്ങി വന്ന വിഷയം നമ്മൾ ഉണ്ടായിരുന്നു. അതെ, ഇവരുടെയൊക്കെ ഭാര്യമാര് പോകുന്നു. അപ്പോൾ അവർക്ക് അപ്പം നമ്മൾ അതിനെല്ലാം പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. ഇപ്പം ഞാൻ ബേസിക്കലി ഒരു വിശ്വാസിയായ ഒരാളല്ല.
അപ്പം ഞാൻ അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും അമ്പലത്തിൽ കയറി, ഞാൻ വെളിയിൽ നിൽക്കും. എന്ത് ഞാൻ ഭാര്യയെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങളെന്താ കയറാൻ ഞാൻ എനിക്ക് വിശ്വാസം. ഓ, അപ്പോൾ നിങ്ങൾ അവരെ അകത്ത് വിട്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് നിങ്ങളിവിടെ നിൽക്കുകയാണ്, ഗുണഫലം കിട്ടാൻ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് അങ്ങനെ അല്ല. പക്ഷെ ഈ നേതാക്കന്മാർ നിൽക്കുന്നത് അങ്ങനെ ആണ്. മനസ്സിലായില്ലേ? അത് നമ്മുടെ പിണറായിയുടെ ആഗോള അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം പിണറായിയുടെ ശനിദോഷം മാറ്റാൻ വേണ്ടി നടത്തിയതാണ്. ജ്യോതിഷക്കാരും ഈ എന്താണ് ഈ നമ്മൾ പറയാറുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന വാസ്തുവിദ്യമാരും അതനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ് ഇവർ കുറേ പേര്. ഒരു രക്ഷയില്ലാത്ത കക്ഷികളാണ്. ഏതായാലും ഇവരെ ഈ പാർട്ടി ക്ലാസ്സുകളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞില്ല. കണ്ണൂർ സഹാക്കൾക്ക് ഇപ്പം അവരും മാറിപ്പോയി. അവർ ഇത്തവണ തളിപ്പറമ്പിലും പിന്നെ പയ്യന്നൂരൊക്കെ അവരുടെ ശക്തി തെളിയിച്ചതാണ്. ഇനി അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വീണ്ടും ഈ പരിത്യാത്മക ഭൗതികവാദം കൊണ്ട് ചെന്നാൽ ഓടേണ്ടി വരുമോ സംശയിക്കേണ്ടി വരും ഇവന്മാരല്ല. അല്ല, ഇത് സത്യത്തിൽ അദ്ദേഹം ശരിക്കും ശത്രുസംഹാര പൂജയ്ക്ക് പോയതാണെന്ന് തോന്നുന്നു. സാധ്യതയാണ്. അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ, അവിടെ കൊടുങ്ങല്ലൂരാണല്ലോ, ഞാൻ തൃശ്ശൂർ നമുക്ക് തൃശ്ശൂർ ജോലിയിട്ടുള്ളതല്ലേ, അവിടെ ചാത്തമടങ്ങളൊക്കെ ഉണ്ട്. ആ ഏരിയ ചാത്തനൊക്കെ ഉണ്ട്. ചാത്തമടത്തിലെങ്ങാനും നന്ദി പ്രകടിപ്പിക്കാൻ പല ചാത്ത സേവ നടത്തിയാണെന്നല്ലേ പിണറായി ഗതിയാക്കിയെന്ന് അന്വേഷിക്കേണ്ടി വരും എല്ലാവരും കൂടെ ചേർന്ന്. എന്തായാലും CPM ഓരോ ദിവസവും CPM നമ്മുടെ സമൂഹ മാധ്യമങ്ങൾക്ക് ട്രോളാൻ കിട്ടുന്ന രീതിയിലാണ് ഇവരുടെ വരവും. എന്തായാലും പി ജയരാജൻ ഏത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിൻ്റെ സ്മരണയ്ക്കാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയതെന്നും കൊടുങ്ങല്ലൂർ അമ്മയുടെ മുന്നിൽ വീണ് പ്രണമിച്ചോ സാഷ്ടാംഗം പ്രണമിച്ചോ ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും വല്ലാത്തൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം ഉണ്ട്, ഒരു മനുഷ്യന് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, പോവാം, പക്ഷെ ഇതുപോലെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പ്രസംഗിക്കുന്ന ആൾക്കാർ പോകുമ്പോൾ മാത്രമാണ് അത് വാർത്തയാകുന്നതും ആഘോഷിക്കും.